ഹായ്. ഇന്നത്തെ ബിസി ലൈഫിൽ നമ്മൾ പലരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. നമ്മുടെ രാവിലെയുള്ള ജോലി തിരക്ക് കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ മക്കൾ രാവിലെ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയപ്പോൾ ഇത്തിരി ബിസിയായി, അപ്പോഴൊക്കെ പലരും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറുണ്ട്. അതിന് ഒരു പരിഹാരമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. 2 ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒരെണ്ണം പാല് വെച്ചിട്ടും ഒരെണ്ണം പുളിയില്ലാത്ത നല്ല കട്ട തൈര് വെച്ചിട്ടുമാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ മധുരം തന്നെയാണ് ഇതിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും ഒരു റൈറ്റ് ഓപ്ഷനാണ് ഈ 2 സ്മൂത്തീസ്. ഇത് അവർക്ക് ഒന്നില്ലെങ്കിൽ ഡിന്നറായിട്ട് എടുക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ എടുക്കാം. അതല്ലെങ്കിൽ ആഫ്റ്റർ വർക്കൗട്ട് ചെയ്തതിന് ശേഷം എടുക്കാവുന്ന ഒരു സ്മൂത്തിയുടെ നല്ലൊരു ഓപ്ഷനും കൂടിയാണ് തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കാണുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. സ്മൂത്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഓട്സ് ഒന്ന് ചൂടാക്കിയിട്ട് മാറ്റി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓട്സ് എപ്പോഴും നമ്മൾ ചൂടാക്കാതെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത്. പക്ഷെ അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അതായത് റോ ആയിട്ടുള്ള ടേസ്റ്റ് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത് റോൾഡ് ഓട്സ് ആണ്, ഓൾഡ് ഫാഷൻ ഓട്സ്. നമുക്കിപ്പോൾ മാർക്കറ്റിൽ മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് ഓട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഇതുപോലത്തെ റോൾഡ് ഓട്സ്, അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഓട്സ് അല്ലെങ്കിൽ ക്വിക്ക് ഓട്സ്. ക്വിക്ക് ഓട്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, കുറച്ചും കൂടി ഇതിനെക്കാട്ടും കുറച്ചും കൂടി പൊടിയായിട്ടുള്ള ടൈപ്പ്. ഇത് ഇങ്ങനെ നമ്മുടെ ഓട്സ് ഒന്ന് ചതഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഒന്ന് ചതച്ചെടുത്ത പോലത്തെ ടൈപ്പുള്ള ഓട്സാണ് ഇത്, ഓൾഡ് ഫാഷൻ ഓട്സ്. അതായത് മുഴുവനോട് കൂടിയുള്ള ഓട്സാണ്. എപ്പോഴും ഈ ഓട്സാണ് നല്ലത്. ഇതിലാണ് കുറച്ചും കൂടി ഫൈബറൊക്കെ ഉണ്ടാവുന്നത് നമ്മുടെ മറ്റേ ഇൻസ്റ്റൻറ്റ് ഓട്സിനെക്കാട്ടും. അപ്പോൾ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്കൊരു ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡും ഇട്ട് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ഫ്ലാക്സ് സീഡ് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ്സ് എല്ലാം കോമൺ ആയിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. ഫ്ലാക്സ് സീഡൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക. അധികമല്ല, കുറച്ച് ഇതുപോലെ കുറച്ച് ക്വാണ്ടിറ്റി നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആണ്, നമ്മുടെ കൊളസ്ട്രോൾ ലെവലൊക്കെ കുറയ്ക്കും, ഡയറ്ററി ഫൈബർ വളരെ കൂടുതലുമാണ്. അങ്ങനെ നല്ലോണം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഫ്ലാക്സ് സീഡിന്. അപ്പോൾ നമ്മൾ ഫ്ലാക്സ് സീഡൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിങ്ങനെ പതുക്കെ ഒന്ന് പൊട്ടാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് തീ ഓഫ് ആക്കിയിട്ടിട്ട് അതൊന്ന് നന്നായിട്ട് അവിടെ നിന്ന് തണുക്കട്ടെ. ഞാൻ ഇവിടെ ഒരു ആപ്പിൾ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ തൊലിയോട് കൂടി തന്നെയാണ് കേട്ടോ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് ആപ്പിൾ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു ഡേറ്റ്സും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു സ്മൂത്തി ജാറോ അല്ലെങ്കിൽ ഒരു ബ്ലെൻഡറിൻ്റെ ജാറോ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിളിൻ്റെ പീസും ഡേറ്റ്സിൻ്റെ പീസും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓട്സും ചേർത്ത് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂണോളം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്തിരിയും കൂടി കട്ടിയായിട്ട് ഇത്തിരി ഹെവി ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓട്സ് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലാക്സ് സീഡും കൂടി ചേർത്ത് കൊടുക്കുക. ഇത്തിരി സിന്നമൺ പൗഡർ, നമ്മുടെ കറുകപ്പട്ട പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിർബന്ധമില്ല ചേർക്കണം എന്നുള്ളത്. പക്ഷേ നല്ല ടേസ്റ്റാണ് നമ്മൾ സിന്നമൺ പൗഡറും കൂടി ഇതിലേക്ക് ചേരുമ്പോൾ. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പീനട്ട് ബട്ടറാണ്. എൻ്റെ അടുത്ത് പീനട്ട് ബട്ടർ ഉള്ളത് കൊണ്ടാണ് ഞാനിത് ചേർത്ത് കൊടുത്തത്. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കപ്പലണ്ടി ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ട് നിങ്ങൾ സ്മൂത്തി അടിച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് പാൽ. 1 കപ്പ് പാൽ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് വേറെ സ്വീറ്റ്നറായിട്ട് പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. ഞാൻ ഹണിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഹണി ചേർക്കാതെയും ഇത് ഉണ്ടാക്കാം കേട്ടോ. ഹണി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഞാൻ ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് അടച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ സ്മൂത്തി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്മൂത്തി ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്മൂത്തി, നമ്മുടെ ആപ്പിൾ മിൽക്ക് സ്മൂത്തി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ സ്മൂത്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ നിറയെ പുളിയില്ലാത്ത നല്ല കട്ട തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് ഉറവിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് രാവിലെ ആകുമ്പോഴത്തേനും അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് നമുക്ക് കിട്ടും. തൈര് പിന്നെ ഒരു പ്രോബയോട്ടിക് ഫുഡാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫുഡൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു പഴം, ചിക്കട്ടപ്പഴമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്, അതായത് റോബസ്റ്റ് പഴം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഞാലിപ്പൂവനോ വേറെ ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഒരു ഡേറ്റ്സ്, കുറച്ച് കറുത്ത മുന്തിരി, ഒരു 3-4 ബദാം. ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. നമ്മുടെ പഴം ഒന്ന് ഫ്രോസൺ ആക്കി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മുടെ സ്മൂത്തിക്ക് കട്ടി ഉണ്ടാവും കേട്ടോ.
ഇനി നമ്മളൊരു സ്മൂത്തി ജാർ എടുത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സും നട്ട്സൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് വേറെ ഷുഗറോ അല്ലെന്നുണ്ടെങ്കിൽ ഹണിയോ ഒന്നും ചേർക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ എടുക്കുന്ന ഡേറ്റ്സ് കുറച്ച് കൂട്ടിയെടുക്കണം. ഇനി നമുക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുമ്പ് ഉണ്ടാക്കിയ ആ ഒരു മിൽക്ക് സ്മൂത്തി ഉണ്ടല്ലോ, അതിനെക്കാട്ടും കുറച്ചും കൂടിയും ഓട്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാരണം യോഗോട്ടും ഓട്സും കൂടിയുള്ള മിക്സ് നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ നമുക്ക് നമ്മുടെ യോഗോട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന തൈരിന് വെള്ളമുള്ള തൈരാണെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത ശേഷം നമുക്ക് നമ്മുടെ സ്മൂത്തി ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്മൂത്തിയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കിയ 2 സ്മൂത്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്തിട്ട് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള സ്മൂത്തികളാണിത്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.